പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓരോ ചാപ്റ്ററും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ എക്സസൈസിനും മുമ്പുള്ള പാർട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടാണ് എക്സസൈസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചെറിയ പാർട്ട് ഇൻട്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് നോക്കാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അതിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് ആണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഈ സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ആദ്യം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സപ്പോസ് എ ഈസ് എ സെറ്റ് ഓഫ് 2 കളേഴ്സ് ആൻഡ് ബി ഈസ് എ സെറ്റ് ഓഫ് 3 ഒബ്ജക്റ്റ്. അപ്പോൾ സെറ്റ് എ എന്ന് പറയുന്നത് 2 കളേഴ്സാണ്, റെഡും ബ്ലൂവും. ബി എന്ന് പറയുന്നത് 3 ഒബ്ജക്റ്റുകളുടെ സെറ്റാണ്, ബി സി എസ്. അപ്പോൾ ബി നമുക്ക് ബാഗായിട്ട് എടുക്കാം, സി നമുക്ക് കോട്ടായിട്ട് എടുക്കാം, എസ് നമുക്ക് ഷർട്ടായിട്ട് എടുക്കാം. ഇങ്ങനെ 3 ഒബ്ജക്റ്റുകളാണ്. അതിനെ ഷോർട്ടായിട്ട് ബി സി എസ് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 2 സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, സെറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത് കണ്ടല്ലോ. അപ്പോൾ 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെറ്റുകളിൽ നിന്ന് എത്ര പേർ കളേർഡ് ഒബ്ജക്റ്റ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ റെഡും ബ്ലൂവും 2 കളറുകളുണ്ട്, ഇവിടെ 3 ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ 2 കളറും 3 ഒബ്ജക്റ്റുകളും വെച്ചിട്ട് എത്ര പേര് കളേർഡ് ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും? റെഡ് ബാഗ് നമുക്കുണ്ടാക്കാം ഇല്ലേ. അപ്പോൾ ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് റെഡ് ബി നമുക്ക് എഴുതാം. പിന്നെന്താ, റെഡ് കോട്ട് നമുക്കുണ്ടാക്കാൻ പറ്റും, റെഡ് സി. അടുത്തത് റെഡ് ഷർട്ട് എടുക്കാൻ പറ്റും, റെഡ് എസ്. ഇനി അടുത്ത എന്താ, ബ്ലൂ വെച്ചിട്ട്. അപ്പോൾ റെഡ് വെച്ചിട്ട് 3 ഒബ്ജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി. ഇനി അടുത്തത് ബ്ലൂ വെച്ചിട്ട് എന്തുണ്ടാക്കാം, ബ്ലൂ ബാഗ് ഉണ്ടാക്കാം. പിന്നെന്താ, ബ്ലൂ കോട്ട് ഉണ്ടാക്കാം. അടുത്തത് ബ്ലൂ ഷർട്ട് ഉണ്ടാക്കാം. അപ്പോൾ എത്ര പെയറുകൾ നമുക്ക് കിട്ടി? 1 2 3 4 5 6 പേഴ്സ് നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ ഓരോ പെയറുകളിലും നോക്കിയേ, ഓരോ പെയറിലും ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്? എയിൽ നിന്നുള്ള എലമെൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിനകത്തും എയിൽ നിന്നുള്ള എലമെൻറ്റുകളാണ് ആദ്യം വന്നിട്ടുള്ളത്, ബ്ലൂ ആണല്ലേ. ഇനി രണ്ടാമത്തെ എലമെൻ്റായിട്ട് വന്നിട്ടുള്ളതോ ബിയിൽ നിന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മുടെ പെയറിനകത്ത് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സെറ്റിൽ നിന്നുള്ളതാണ്. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓർഡേർഡ് പെയറാണ് കേട്ടോ. അതായത് എയിൽ നിന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന എലമെൻറ്റ്, ബിയിൽ നിന്നുള്ളതാണ് സെക്കൻഡ് വരുന്ന എലമെൻറ്റ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാം. ഇനി ഇവിടെ ഞാൻ വേറെ 2 സെറ്റുകൾ എടുത്തിട്ടുണ്ട്. കൺസിഡർ ദ 2 സെറ്റ്സ് എ ഈസ് ഇക്വൽ ടു A1 A2, ബി ഈസ് ഇക്വൽ ടു B1 B2 B3 B4. അപ്പോൾ ഇതിൻ്റെ ഓർഡേർഡ് പെയറുകൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഓർഡേർഡ് പെയറുകൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ A1 വെച്ചിട്ട് എഴുതുന്നു. അപ്പോൾ A1 B1, അടുത്തത് A1 B2, അടുത്തത് എന്ത് വരും? A1 B3, അടുത്തത് A1 B4, അടുത്തത് ഇനി A2 വെച്ചിട്ട് എഴുതുന്നു. അപ്പോൾ എന്ത് വരും? A2 B1, അടുത്തത് A2 B2, അടുത്തത് A2 B3, അടുത്തത് A2 B4. എത്ര ഓർഡേർഡ് പെയറുകൾ നമുക്ക് കിട്ടി? 1 2 3 4 5 6 7 8 പേഴ്സ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഓർഡേർഡ് പെയറുകളെ നമുക്ക് ഇവിടെ സെറ്റ് എയും ബിയും ആയിരുന്നു, അതിനെ നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റായിട്ട്
എ ക്രോസ് ബി എന്ന് എഴുതാം. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ രണ്ട് നോൺ എംപ്റ്റി സെറ്റുകളിൽ നിന്ന് നമ്മൾ ഈ രണ്ട് സെറ്റുകളുടെ ഓർഡേർഡ് പെയർ എല്ലാം കൂടെ എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സിനെ നമുക്ക് എ ക്രോസ് ബി ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഓർഡേർഡ് പെയറുകളുടെ എല്ലാം കൂടെ സെറ്റാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ക്രോസ് ബി ഈസ് ഇക്വൽ ടു സെറ്റ് A1 B1 A1 B2 A1 B3 A1 B4 A2 B1 A2 B2 A2 B3 A2 B4. അതായത് ഇത് സെറ്റായിരിക്കും കേട്ടോ. ഈ ഓർഡേർഡ് പെയറുകളുടെ സെറ്റായിരിക്കും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് എ ക്രോസ് ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ മുകളിലത്തെ എക്സാമ്പിളിൽ നമുക്കിതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റായിട്ട് എങ്ങനെ എഴുതാം? സെറ്റ് എയും ബിയും ആയിരുന്നു. അപ്പോൾ എ ക്രോസ് ബി ഇസ് ഇക്വൽ ടു സെറ്റ്. ഇങ്ങനെ സെറ്റായിട്ട് വേണം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എഴുതാനായിട്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ എയിൽ 2 എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ബിയിൽ 3 എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എത്ര പെയർ കിട്ടി? മൊത്തം 6 പെയറുകൾ കിട്ടി. അതായത് എയിലെ 2 എലമെൻറ്റും ബിയിലെ 3 എലമെൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണോ അത്രയും പെയറുകൾ നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതിൽ എയിൽ 2 എലമെൻറ്റ്സ് ആയിരുന്നു, ഇവിടെ 4 എലമെൻറ്റ്സ് ആയിരുന്നു. ടോട്ടൽ നമുക്ക് എത്ര പെയറുകൾ കിട്ടി? 8 പെയർസ് കിട്ടി. അതായത് 2 × 4 ഈസ് ഇക്വൽ ടു 8 പെയർസ് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഗിവൺ 2 നോൺ എംപ്റ്റി സെറ്റ്സ് പി ആൻഡ് ക്യൂ, ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പി ക്രോസ് ക്യൂ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം പി ആൻഡ് ക്യൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സെറ്റുകൾ നോൺ എംപ്റ്റി സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നോൺ എംപ്റ്റി സെറ്റ് എന്ന് വെച്ചാൽ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. എംപ്റ്റി സെറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ നോൺ എംപ്റ്റി സെറ്റ് എന്ന് വെച്ചാൽ എലമെൻറ്റ്സുകളുള്ള രണ്ട് സെറ്റുകളായിരിക്കണം. പിയിലും എലമെൻറ്റ്സ് കാണണം, ക്യൂവിലും എലമെൻറ്റ്സ് കാണണം. അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം പി ആൻഡ് ക്യൂ. പിയിൽ നിന്നും ക്യൂവിൽ നിന്നുമുള്ള എലമെൻറ്റ്സുകളുടെ ഓർഡേർഡ് പെയറിനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എഴുതുന്ന പെയറിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ് എവിടെ നിന്നായിരിക്കണം? പിയിൽ നിന്നായിരിക്കണം. സെക്കൻഡ് എലമെൻറ്റ് ക്യൂവിൽ നിന്നായിരിക്കണം. ദാറ്റ് ഈസ് പി ക്രോസ് ക്യൂ ഈസ് ഇക്വൽ ടു സെറ്റ് പി ക്യൂ സച്ച് ദാറ്റ് പി ബിലോങ്സ് ടു പി ആൻഡ് ക്യൂ ബിലോങ്സ് ടു ക്യൂ. കണ്ടല്ലോ. അപ്പോൾ സെറ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതിൽ പി എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? പി എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ്. ക്യൂ എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിനെ നമുക്ക് പി മാറ്റിയിട്ട് എ ബി എന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എ ബിലോങ്സ് ടു പി ആൻഡ് ബി ബിലോങ്സ് ടു ക്യൂ. ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. പി ക്രോസ് ക്യൂ. അപ്പോൾ എന്ത് വരും? ഈ എ എന്ന് പറയുന്നത് എവിടെയുള്ളതായിരിക്കണം? പിയിലുള്ളതായിരിക്കണം. ഈ ബി എന്ന് പറയുന്നത് ക്യൂവിലുള്ളതായിരിക്കണം. ഇതാണ് ഓർഡേർഡ് പെയർ കേട്ടോ. എനിക്ക് ഈ ഫൈദർ പി ഓർ ക്യൂ ഈസ് ദ നൾ സെറ്റ്, ദെൻ പി ക്രോസ് ക്യൂ വിൽ ഓൾസോ ബി എംപ്റ്റി സെറ്റ്. പിയോ ക്യൂവോ നൾ സെറ്റ് ആണെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ പറഞ്ഞത് പിയും ക്യൂവും എന്തായിരിക്കണമെന്ന് പറഞ്ഞത്? നോൺ എംപ്റ്റി സെറ്റ്സ് ആയിരിക്കണമെന്ന് പറഞ്ഞത്. പിയോ ക്യൂവോ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ, അതായത് നൾ സെറ്റ് ആണെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി കുറച്ച് റിമാർക്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, 2 ഓർഡേർഡ് പെയേഴ്സ് ആർ ഈക്വൽ ഇഫ് ആൻഡ് only if the corresponding first elements are equal and the second elements are also equal. 2 ഓർഡേർഡ് പെയർസ് ആർ ഈക്വൽ എന്ന് വെച്ചാൽ എന്താ? 2 ഓർഡേർഡ് പെയറുകൾ നമുക്ക് എടുക്കാം. ഫസ്റ്റ് വൺ x, y, അടുത്തത് a, b. ഇത് രണ്ടും ഈക്വൽ ആണ്. എപ്പോഴാണ്? if and only if the corresponding first elements are equal and the second elements are also equal. അതായത് ഈ 2 ഓർഡേർഡ് പെയറുകളിലെയും കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻറ്റ്സ് ഈക്വൽ ആകണം, അതേപോലെ സെക്കൻഡ് എലമെൻറ്റ്സും ഈക്വൽ ആകണം. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? എക്സ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് എ. അപ്പോൾ എന്ത് ഈക്വൽ ആകണം? എക്സും എയും
ഈക്വൽ ആകണം. അതേപോലെ സെക്കൻഡ് എലമെൻസും ഈക്വൽ ആകണം. അപ്പോൾ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻസും സെക്കൻഡ് എലമെൻസും ഈക്വൽ ആണെങ്കിൽ ഓർഡേർഡ് പെയേഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ ദ ഈഫ് ആൻഡ് ഒള്ളി ഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് 2-വേ ഇംപ്ലിക്കേഷൻ ആണ്. അതായത് രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആകുന്നത് കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റുകളും ഈക്വൽ ആകുമ്പോഴാണ്. അതിനെ നമുക്ക് തിരിച്ചും പറയാം. കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഓർഡേർഡ് പെയറുകളും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിമാർക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിമാർക്ക് ഓർത്ത് വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് തന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു എ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ബി എന്നെഴുതി നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് കറസ്പോണ്ടിങ് ഓർഡേർഡ് പെയർ എഴുതാനാണ് പറയുന്നതെങ്കിൽ എന്തെഴുതാം? എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എ കോമ ബി അങ്ങനെ എഴുതി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിലെ ബേസുകൾ നന്നായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത്, ഇഫ് ദർ ആർ പി എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ക്യൂ എലമെൻറ്റ്സ് ഇൻ ബി ദെൻ ദർ വിൽ ബി പി ക്യൂ എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി. ഇതാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റുകളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നോക്കുക. ആ എലമെൻറ്റ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റ്സുകളുടെ നമ്പർ, അതായത് പെയറുകളുടെ നമ്പർ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദർ ആർ പി എലമെൻറ്റ്സ് ഇൻ എ, അതായത് സെറ്റ് എയിൽ പി എലമെൻറ്റ്സുകളുണ്ട്, സെറ്റ് ബിയിൽ ക്യൂ എലമെൻറ്റ്സുകളുമുണ്ട് എങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പിയും ക്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എയിൽ 1, 2 എലമെൻറ്റ്സ് ഉണ്ട്. ബിയിൽ 3, 4 ഇവിടെയും 2 എലമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നതിനകത്ത് എത്ര കാണും? 2 × 2 4 എലമെൻറ്റ്സ് കാണും. മനസ്സിലായല്ലോ? എന്തൊക്കെയായിരിക്കും? 1, 3, 1, 4, 2, 3, 2, 4 എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. അതാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇഫ് n ഓഫ് എ ഈസ് ഇക്വൽ ടു പി, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ആണ് n ഓഫ് എ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ n ഓഫ് എ ഈസ് ഇക്വൽ ടു പി ആൻഡ് n ഓഫ് ബി ഈസ് ഇക്വൽ ടു ക്യൂ, ദെൻ n ഓഫ് എ ക്രോസ് ബി ഈസ് ഇക്വൽ ടു പി ക്യൂ. ഇത് ഞാൻ മുകളിൽ എക്സാമ്പിൾ ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തത്, if A and B are non-empty sets and either A or B is an infinite set, then so is A cross B. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എയും ബിയും നോൺ എം ഡി സെറ്റുകളായിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം എം ഡി സെറ്റ് ആയാൽ എ ക്രോസ് ബി എന്തായിരിക്കും എന്നാണ് പറഞ്ഞേ? 5 ആയിരിക്കുമെന്ന് മുകളിൽ നമ്മൾ കണ്ടു. ഇനി എയും ബിയും രണ്ട് നോൺ എം ഡി സെറ്റുകളാണെങ്കിൽ അതിൽ എയോ ബിയോ ഇൻഫൈനൈറ്റ് സെറ്റാണെങ്കിൽ എ ക്രോസ് ബിയും എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു എ ബി ആൻഡ് ബി ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പേഴ്സ്. ഇൻഫൈനൈറ്റ് സെറ്റാണ് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എ ക്രോസ് ബി എന്തായിരിക്കും? സെറ്റ് A1, A2, A3, A4 ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. അതേപോലെ B1, B2 ഇങ്ങനെ B3 ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും, ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഏതെങ്കിലും എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എ ക്രോസ് ബിയും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അടുത്തത് നാലാമത്തത്, എ ക്രോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ബി സി സച്ച് ദാറ്റ് എ ബി സി ബിലോങ്സ് ടു എ. ഹിയർ എ ബി സി ഈസ് കോൾഡ് ആൻ ഓർഡേർഡ് ട്രിപ്ലെറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഓർഡേർഡ് പെയർ ആയിരുന്നു. അതിനകത്ത് 2 എലമെൻസുകളേ ഉള്ളായിരുന്നു പെയറിനകത്ത്. ഇവിടെ ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആണ്. എന്തുകൊണ്ടാണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കിവിടെ 3 സെറ്റുകളുണ്ട് ഇല്ലേ? നേരത്തെ എയും ബിയും 2 സെറ്റുകളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഓർഡേർഡ് പെയർ ആയിരുന്നു. ഇവിടെ 2 എലമെൻസുകളേ ഉള്ളായിരുന്നു. ഇവിടെ ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ സെറ്റിൽ
3 എലമെൻസുകൾ കാണും. അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ എയും ബിയും സിയും എവിടെയുള്ളതായിരിക്കും? എയിലെ എലമെൻറ്റുകളായിരിക്കും. അപ്പോൾ ഈ പെയർ എ ബി സി എ നമ്മൾ എന്ത് വിളിക്കും? ഓർഡേർഡ് ട്രിപ്ലറ്റ് എന്ന് വിളിക്കും. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരിക്കലും ഈക്വൽ ആകത്തില്ല കേട്ടോ. രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് എ ഈസ് ഈക്വൽ ടു 1 2, ബി ഈസ് ഈക്വൽ ടു 3 4. ഇതിൽ എ ക്രോസ് ബി എന്താ വരിക? എ ക്രോസ് ബി എന്ന് പറയുന്നത് 1 3, 1 4, 2 3, 2 4 ഇങ്ങനെയാണ് വരിക അല്ലേ. ഇനി ബി ക്രോസ് എ എന്തായിരിക്കും? ബി ക്രോസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിയിലുള്ള എലമെൻസുകളായിരിക്കും ആദ്യം വരുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ഓർഡേർഡ് പെയറിൻ്റെ ആദ്യം ഇവിടെ ബി ക്രോസ് എ ആയതുകൊണ്ട് എന്തായിരിക്കും? ബിയിലെ എലമെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തെഴുതാം? 3 1, 3 2, 4 1, 4 2 ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം അല്ല. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഇതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസും എക്സസൈസുകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.